പെയ്തിറങ്ങിയ 148.5 മില്ലിമീറ്റർ മഴയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് 46 ഡിഗ്രിയിൽ നിന്നും രാജ്യ തലസ്ഥാനത്തെ 29 ഡിഗ്രിയിലേക്കും വെള്ളക്കെട്ടിലേക്കും എത്തിച്ചത്. മൺസൂണിലെ ആദ്യ മഴ ഡൽഹിയെ മുക്കി. സുപ്രീം കോടതി പരിസരത്തും ITOയിലും പ്രഗതി മൈതാനിലും ഡൽഹി മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾ അടങ്ങിയ സിവിൽ ലൈൻസിലും എയിംസ്, സഫ്ദർജംഗ് ആശുപത്രികളിൽ ഇരിക്കുന്ന ഭാഗത്തുമെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ട്. മുന്നറിയിപ്പില്ലാത്ത ജോലിക്ക് പോകുന്നവരടക്കം വാഹനങ്ങളുമായി പുറത്തിറങ്ങിയപ്പോൾ ദുരിതത്തിന്റെ ആക്കം കൂട്ടി ഗതാഗത കുരുക്കും. ബൈക്ക്, ബസ് എന്ന വ്യത്യാസമില്ലാതെ പല വണ്ടികളും വെള്ളത്തിലകപ്പെട്ടു. ടോ ട്രക്കുകൾ എത്തി പിന്നീട് വണ്ടികളെ വലിച്ചു മാറ്റി. ആസാദ് മാർക്കറ്റിൽ ബസ്സിനകത്ത് വെള്ളത്തിലകപ്പെട്ടവരെ കയറുകെട്ടി വലിച്ച് രക്ഷപ്പെട്ടു. പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ട്. രാജ്യ തലസ്ഥാനത്ത് സാധാരണക്കാരനെന്നോ ജനപ്രതിനിധിയെന്നോ കേന്ദ്രമന്ത്രിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും വെള്ളക്കെട്ടിന്റെ രൂക്ഷതയും ദുരിതവും മനസ്സിലാക്കി. ये असल में NDMC तैयार नहीं रहता है. इतना लेट बारिश हुई, इसके बाद भी इन्होंने नालियां साफ नहीं की. जहां चोक होता है सारे पुराने कर्मचारियों को मालूम है. ടെർമിനൽ 1 വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. രാവിലെ 5 മണിക്ക് പെയ്ത കനത്ത മഴയിൽ ഗേറ്റ് നമ്പർ 1 മുതൽ 2 വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന മേൽക്കൂര അപ്പാടെ തകർന്നു വീണു. താഴെ നിന്നിരുന്ന കാറുകൾക്ക് മുകളിലേക്ക്. അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ടെർമിനലിൽ അറ്റകുറ്റപ്പണികളടക്കം നടക്കുന്നതും കാരണമായെന്നാണ് വിലയിരുത്തൽ. അപകടത്തിന് പിന്നാലെ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.